നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക്. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകിട്ട് ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. നടൻ ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തു. ആലുവയിൽ താമസിക്കുന്ന നടി യൂട്യൂബ് ചാനൽ വഴി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ബാലചന്ദ്രമേനോൻ. IT ആക്ട് പ്രകാരം കേസെടുത്ത് സൈബർ പോലീസ്. ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും അതിജീവിതയും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപം 301 സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് തകർത്തത്. ഇന്നലെ രാത്രി ചക്കക്കൊമ്പൻ തകർത്തത് സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. താമരശ്ശേരി വയനാട് ചുരത്തിൽ വാഹനാപകടം. മരം കയറ്റി വന്ന ലോറി മറിഞ്ഞാണ് അപകടം. അപകടത്തെ തുടർന്ന് 4 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിച്ചത് ക്രെയിനും JCBയും ഉപയോഗിച്ച്. ലോറി നിർത്തിയതിന് ശേഷം. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനിടെ ലോറി ഡ്രൈവർക്ക് മർദ്ദനം. കയ്യേറ്റം ചെയ്തത് കാർ യാത്രക്കാർ. ലോറി തെറ്റായ ദിശയിൽ പ്രവേശിച്ച് തടസ്സം സൃഷ്ടിച്ചു എന്നാരോപണം. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ തർക്കത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. ജില്ലാ കളക്ടർക്കും പരാതി നൽകും. സമയക്രമം എങ്ങനെ തീരുമാനിച്ചു എന്നത് ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യം. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച സെന്തിൽ ബാലാജി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തും. ഇന്ന് വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഡോക്ടർ ചേഴിയാൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവരും മന്ത്രിസഭയിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് വിവാഹിതയായ സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി. ബലാത്സംഗ കേസിൽ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിശാൽ നാഥ് ഷിൻഡെയ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനിടെയാണ് പരാമർശം. പരാതിക്കാരി വിവാഹിതയായതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയെന്നത് നിലനിൽക്കില്ലെന്ന് നിരീക്ഷണം. പൂനെ പോഷ് കാർ അപകടത്തിലെ പ്രതിക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ. ഡൽഹിയിലെ ഒരു പ്രധാന കോളേജിൽ 17-കാരനായ പ്രതി BBA കോഴ്സിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അറസ്റ്റിലായതിന് പിന്നാലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിലപാടിൽ കോളേജ്. ക്ഷേത്ര മാനേജ്മെന്റിൽ PG ഡിപ്ലോമ കോഴ്സുമായി മുംബൈ യൂണിവേഴ്സിറ്റി. ആദ്യഘട്ടത്തിൽ കോഴ്സ് തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വെല്ലിംഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും. വൈകാതെ പൂനെയിലെ സാവിത്രിബായ് ഫുലെ യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് തുടങ്ങുമെന്ന് അധികൃതർ. ഒരു ബാച്ചിൽ പ്രവേശനം നൽകുന്നത് 30 പേർക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിശദമായ പ്രകടന പത്രിക പുറത്ത്. കർഷക ക്ഷേമ കമ്മീഷൻ സ്ഥാപിക്കുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുമെന്നും പ്രധാന വാഗ്ദാനങ്ങൾ. അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് 2 കോടി രൂപ അനുവദിക്കുമെന്നും വാഗ്ദാനം. വിമാനയാത്രയ്ക്കിടെ കഴിച്ച ഓംലെറ്റിൽ നിന്ന് ചത്ത പാറ്റയെ ലഭിച്ചതായി യാത്രക്കാരി. എയർ ഇന്ത്യയുടെ ഡൽഹി ന്യൂയോർക്ക് വിമാനത്തിലെ യാത്രക്കാരിക്കാണ് പാറ്റയെ ലഭിച്ചത്. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സംഭവത്തിൽ എയർ ഇന്ത്യക്ക് പരാതി. ഹരിയാനയിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയും. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്ക്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ്. പൂനെ മെട്രോ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉദ്ഘാടനം നടത്തുന്നത് വീഡിയോ കോൺഫറൻസ് വഴി. സംസ്ഥാനത്ത് 11,200 കോടിയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഇന്ന് നടക്കും. സോളാപൂർ വിമാനത്താവളവും ബിഡ്കെ ഇൻഡസ്ട്രിയൽ ഏരിയയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഉത്സവ സീസണിലെ വിമാന നിരക്കിന്റെ വർധനവ് നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. നിലവിലെ സംവിധാനം കാര്യക്ഷമമല്ലെന്ന് വിമർശനം. കോവിഡിന് ശേഷം വിമാന നിരക്കിലുണ്ടായ വർധനവ്
സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യാത്രക്കാരുടെ ആശങ്ക കഴിവതും വേഗം പരിഹരിക്കുമെന്നും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ഹത്രസിൽ വീടിന്റെ പോർച്ച് കുഴിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബുദ്ധറാമിന്റെ അസ്ഥിയാണെന്ന് നിഗമനം. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് ബുദ്ധറാമിന്റെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്ക് 4മതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന. ഉത്തർപ്രദേശിൽ ഗ്രാമവാസിയെ ആക്രമിച്ച പുലിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംഭവം ബിജ്നോർ ജില്ലയിലെ കിരാത്പൂരിൽ. പുലി ആക്രമിച്ചത് 46-കാരനായ സുരേന്ദ്രകുമാറിനെയും മക്കളെയും. UN പൊതുസഭയിൽ പാകിസ്ഥാനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരവാദവും മൗലികവാദവുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വിനാശകരമായ തെരഞ്ഞെടുപ്പുകൾ കാരണം സാമ്പത്തികമായി പിന്തള്ളപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവരുടെ കർമ്മം മാത്രമാണ്. അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നും എസ് ജയശങ്കർ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിരവധി ഇസ്രായേലികളെ വധിച്ചതിന് കണക്ക് തീർത്തു. ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ നസ്രല്ലയുടെ മരണം അനിവാര്യമായിരുന്നു. ശത്രുക്കൾക്കെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ കൊലപാതകത്തിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. നസ്രല്ല ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു ചിന്താധാരയായിരുന്നു. ഇസ്രായേലിനെതിരായ നടപടി തുടരുമെന്നും ഖമേനി. വിവിധ ഇനം അരികളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കേന്ദ്രം ഉടൻ നീക്കിയേക്കുമെന്ന് സൂചന. ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തായിരിക്കും നീക്കം. കയറ്റുമതി കൂടുന്നതോടെ കർഷകർക്ക് അർഹമായ വില ലഭിക്കും. സെൽഫോൺ വിപണിയിൽ കുതിപ്പിനൊരുങ്ങുന്നതിനിടെ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ തമിഴ്നാട് ഹോസൂരിലെ ആപ്പിൾ ഐഫോൺ നിർമ്മാണ പ്ലാന്റിൽ അഗ്നിബാധ. അപകടത്തിൽ ആളപായമില്ല. അപകട സമയത്ത് പ്ലാന്റിൽ ഉണ്ടായിരുന്ന 1500 ജീവനക്കാരും സുരക്ഷിതർ. ലോക ടൂറിസം ദിനത്തിൽ ഉത്തരവാദിത്ത ടൂറിസം രംഗത്ത് ഇരട്ടത്തിളക്കവുമായി കേരളം. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ കടലുണ്ടിക്കും കുമരകത്തിനും ഇടം ലഭിച്ചു. ദേശീയ തലത്തിൽ ഈ വർഷം കേരളം നേടുന്ന 2ാമത്തെ പുരസ്കാര നേട്ടം. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം വൈറലാകുന്നു. സ്തുതി എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാം. വിനായക ശശികുമാറിന്റെ വരികൾക്ക് ഗാനം ആലപിച്ചിരിക്കുന്നത് മേരിയാൻ അലക്സാണ്ടറും സുഷിൻ ശ്യാമും ചേർന്ന്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി എന്നിവർ പ്രധാന വേഷത്തിൽ. ഫാസ്റ്റ് ന്യൂസ് അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് തുടരും. പേർക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിശദമായ പ്രകടന പത്രിക പുറത്ത്. കർഷക ക്ഷേമ കമ്മീഷൻ സ്ഥാപിക്കുമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുമെന്നും പ്രധാന വാഗ്ദാനങ്ങൾ. അതിർത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് 2 കോടി അനുവദിക്കുമെന്നും വാഗ്ദാനം. വിമാനയാത്രയ്ക്കിടെ കഴിച്ച ഓംലെറ്റിൽ നിന്ന് ചത്ത പാറ്റയെ ലഭിച്ചതായി യാത്രക്കാരി. എയർ ഇന്ത്യയുടെ ഡൽഹി ന്യൂയോർക്ക് വിമാനത്തിലെ യാത്രക്കാരിക്കാണ് പാറ്റയെ ലഭിച്ചത്. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സംഭവത്തിൽ എയർ ഇന്ത്യക്ക് പരാതി. ഹരിയാനയിലെ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം. മരിച്ചവരിൽ 2 സ്ത്രീകളും 1 കുട്ടിയും. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്ക്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ്. പൂനെ മെട്രോ അടക്കമുള്ള മഹാരാഷ്ട്രയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉദ്ഘാടനം നടത്തുന്നത് വീഡിയോ കോൺഫറൻസ് വഴി. സംസ്ഥാനത്ത് 11,200 കോടിയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഇന്ന് നടക്കും. സോളാപൂർ വിമാനത്താവളവും ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ഉത്സവ സീസണിലെ വിമാന നിരക്കിന്റെ വർധനവ് നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. നിലവിലെ സംവിധാനം കാര്യക്ഷമമല്ലെന്ന് വിമർശനം. കോവിഡിന് ശേഷം വിമാന നിരക്കിലുണ്ടായ വർധനവ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യാത്രക്കാരുടെ ആശങ്ക കഴിവതും വേഗം പരിഹരിക്കുമെന്നും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ഹത്രസിൽ വീടിന്റെ പോർച്ച് കുഴിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബുദ്ധറാമിന്റെ അസ്ഥിയാണെന്ന് നിഗമനം. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് ബുദ്ധറാമിന്റെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്ക് 4മതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന.